പഴമയുടെ കാലങ്ങളിൽ വഴിയോരങ്ങളിലും വീട്ടുവളപ്പുകളിലും പടർന്നു പന്തലിച്ച് തലയെടുപ്പിന്റെ ശോഭ വിടർത്തിയ നാട്ടുമാവുകൾ വംശനാശത്തിലേക്ക്. അതിമധുരവും കൊതിയൂറും മണവും മൂലം നാട്ടുമാങ്ങകൾ കടിച്ചു തിന്നാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ വർഷങ്ങളും വിട പറയുമ്പോഴും നാട്ടുമാവുകൾ നാട് നീങ്ങുകയാണ്. നഴ്സറികളിൽ ഇവയുടെ കമ്പുകൾ ഉപയോഗിച്ച് ബഡ്ഡിംഗ് സംവിധാനത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ചില കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തുന്നതിലൂടെ വാലറ്റു പോകുന്നതിൽ നേരിയ ആശ്വാസമുണ്ട്. അധികമൊന്നും ഉയർച്ചയില്ലാതെ വീട്ടുമുറ്റത്ത് നടന്ന രൂപത്തിലാണ് നാട്ടുമാവുകളുടെ തൈകളുടെ സവിശേഷത. നാട്ടുമാവിന്റെ ഒട്ടിച്ച തൈകൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പഴമക്കാർ വിലയിരുത്തുന്നത്. അതേസമയം മാങ്ങകൾ കൂട്ടമായി പിടിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്നു. ഒപ്പം വീട്ടുമുറ്റത്തൊരു തണൽമരമായി മാറുകയും ചെയ്യുന്നു. പഴയകാല മുത്തശ്ശി മാവുകളിലെ നാട്ടുമാങ്ങകൾക്ക് നല്ല മധുരവും രുചിയും അതേസമയം പോഷക സമൃദ്ധത്താൽ എല്ലാവർക്കും പ്രിയവുമായിരുന്നു. മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവകം എ ഏറ്റവും കൂടുതൽ നാട്ടുമാങ്ങയിലാണ് ഉള്ളത്. ശരീര വളർച്ചയിലും ത്വക്കിന്റെ കാന്തി വർദ്ധിപ്പിക്കുന്നതിലും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമാക്കുന്നതിലും ഉറക്കക്കുറവിന് പരിഹാരം നാട്ടുമാവിന്റെ മാമ്പഴത്തിനുമുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നാട്ടുമാങ്ങകൾ കൂടുതലും പഴുത്തു തുടങ്ങുന്നത്. ചില വീടുകളിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് നാട്ടുമാവിന്റെ പച്ചമര കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. ഇന്ന് വൈദ്യുതി സംവിധാനത്തിൽ സംസ്കാരം വന്നതോടെ മാവുകളുടെ വിറക് ഉപയോഗമല്ലാതായി. 10 സെന്റ് ഭൂമിയും വിലയും കണക്കുകൂട്ടുമ്പോൾ നാട്ടുമാവ് വളർത്തലും നഷ്ടത്തിലായി. എൻലൈറ്റ് ന്യൂസ്, മുക്കം.